എല്ലാവർക്കും മാജിക് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വിനാഗിരിയോ മറ്റ് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത നല്ലൊരു മാങ്ങാച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ. വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇനി കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ഞാനൊരു 2 ഫുൾ വെളുത്തുള്ളി എടുത്ത് അത് പൊളിച്ച് നടുക്കെ മുറിച്ചിട്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ഫുൾ വെളുത്തുള്ളിയാണ്. അപ്പോൾ ഇതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എണ്ണയിലൊന്ന് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളിക്ക് ഒരു ഗോൾഡൻ കളർ വരുന്നവരെ നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കണം. വെളുത്തുള്ളി ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമുക്ക് എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം നന്നായിട്ട് വാടി കളർ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1.5 ടീസ്പൂണോളം അച്ചാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി ആയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരുന്നവരെ നമുക്ക് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കണം. ഈ മാങ്ങ ഞാൻ ഇന്നലെ രാത്രി തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പിൽ പുരട്ടി വെച്ചാണ്. അപ്പോൾ അത് നമുക്ക് ഇപ്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അരപ്പൊക്കെ എല്ലാ മാങ്ങയിലും പറ്റുന്ന പോലെയൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് വേറെ വിനാഗിരിയോ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ആ മാങ്ങയിൽ നിന്ന് തന്നെ ഇറങ്ങിയ ആ വെള്ളം മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. അല്ലാതെ എക്സ്ട്രാ വെള്ളമോ വിനാഗിരിയോ മറ്റൊന്നും ചേർക്കുന്നില്ല ഇതിലേക്ക്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് അരപ്പിപ്പോൾ എല്ലാ മാങ്ങയിലേക്കും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് 1 മാസത്തിലധികം ഇത് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ 1 മാസത്തിലധികം ഇത് നിൽക്കും. ഫ്രിഡ്ജിൽ യൂസ് ചെയ്ത് അതിനെക്കാട്ടിയും കൂടുതലും നിൽക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ അഭിപ്രായം പറയണം. എല്ലാവരും കമൻറ്റ് ചെയ്യണം ട്രൈ ചെയ്ത് നോക്കിയിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.